തൊടേണമേ. ആരാധനേ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത സുവിശേഷ ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറ്റബോധം വേണ്ട എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ ഒന്നിച്ചുകൂടുകയും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലും ആ കൂട്ടായ്മകളിലും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വിടുതലും രോഗസൗഖ്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വചനം കേട്ട വ്യക്തികൾക്കുണ്ടായ ചില അനുഭവങ്ങൾ അവർ എഴുതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ടെസി, സ്ഥലം കാഞ്ഞിരപ്പള്ളി. 2007 ഒക്ടോബർ 28 സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് 1.5 വർഷത്തോളമായി കഠിനമായ അലർജി രോഗം ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ ഭയങ്കരമായ ചുമ, തണുപ്പോ പൊടിയോ അടിച്ചാൽ ചുമ വല്ലാതെ അധികമാകും. ഉറങ്ങാതെ എണീറ്റിരുന്ന് ചുമച്ച് നേരം വെളുപ്പിച്ച രാത്രികളുണ്ട്. എന്നും കിടക്കുന്നതിന് മുമ്പ് മരുന്ന് ഇൻഹെയിൽ ചെയ്യുമായിരുന്നു. ധ്യാനത്തിന് വരുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ മരുന്ന് തീർന്നു പോയി. അന്വേഷിച്ചിട്ട് വേറെ മരുന്ന് മേടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിൽ വെച്ച് അസുഖം കൂടുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ധ്യാനത്തിന് രജിസ്ട്രേഷൻ കിട്ടിയ ബുക്കിംഗ് കിട്ടിയ ആ ഡേറ്റിൽ തന്നെ ധ്യാനത്തിന് വന്നു. നല്ല തണുപ്പുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. എങ്കിലും ഞാൻ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരുന്നു. മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതോടുകൂടി ആ ധ്യാനത്തിൽ വെച്ച് എൻ്റെ അലർജി രോഗപീഠ എന്നേക്കുമായി വിട്ടുപോയി. പിന്നീട് ഇന്ന് വരെ ആ ചുമയോ രാത്രി ഉറക്കം കിട്ടാതെയുള്ള പ്രയാസമോ വലിവോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ മരുന്നും ഉപയോഗിക്കുന്നില്ല. യേശു കർത്താവിന് കോടാനുകോടി നന്ദിയും സ്തുതികളും അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ വചനം കേട്ട് മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന വചനത്തിൽ വിശ്വസിച്ച് 1.5 വർഷമായി കഠിനമായ അലർജി പീഡകളാലും ചുമയും വലിവും നിമിത്തവും ക്ലേശിച്ചിരുന്ന ഈ സഹോദരി ദൈവത്തെ ആശ്രയിച്ചു. അത്ഭുതകരമായി സൗഖ്യം ആ മകൾ അനുഭവിക്കുന്നു. പിന്നെ ഇന്ന് വരെ ആ രോഗം ആ മകളെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ഓ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കൾ ഇരിക്കുന്ന ഓരോ ഇടങ്ങളിലും, ഓരോ മുറികളിലും, ഓരോ ഇരിപ്പിടങ്ങളിലും യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവരുടെ രോഗപീഠകളിൽ അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അവിടുന്ന് സ്പർശിക്കണമേ. ആരെയും അവിടുന്ന് ഉപേക്ഷിക്കരുത് കർത്താവെ. ഒരാളെപ്പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത് കർത്താവെ. ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ, ഇത് ദൈവിക ഇടപെടലുകളുടെ നിമിഷങ്ങളാകട്ടെ, ഇത് അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, തണുത്തുറഞ്ഞ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. മന്ദത ബാധിച്ച ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമേ. എല്ലാ മന്ദോഷ്ണതയിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, തിന്മയുടെ അരൂപികൾ വിട്ടുപോകട്ടെ, പൈശാചിക പിടകൾ വിട്ടുപോകട്ടെ, ദുരാത്മ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ നാരകീയ സേനകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. യേശുനാമത്തിൽ തിന്മകൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ തിരുവചനങ്ങൾ, സുവിശേഷം സകല ജനങ്ങൾക്കുമുള്ള സദ്വാർത്തയാണ്. ഇറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ് ഫോർ ഓൾ നേഷൻസ്. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള
ദൈവത്തിൻ്റെ സന്തോഷ വാർത്തയാണ് സുവിശേഷം. ഇത് കേൾക്കുമ്പോൾ സകല ദൈവമക്കൾക്കും, സകല ജനപദങ്ങൾക്കും, സകല ഗോത്രങ്ങൾക്കും വിടുതലും സൗഖ്യവും അത്ഭുതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗജന്യമായി ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനേകം ദൈവമക്കളെ പാപത്തിലും തകർച്ചയിലും നിത്യമായി ബന്ധിച്ചിടാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രത്തെക്കുറിച്ചാണ്. നിരവധി വ്യക്തികൾ കുമ്പസാരം കഴിഞ്ഞാലും വചനം കേട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും അവരുടെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പീഡയുണ്ട്, ഒരു ഭാരമുണ്ട്. അതാണ് കുറ്റബോധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ മനസ്സിനെയോ ഹൃദയത്തെയോ കുറ്റബോധത്തിൻ്റെ പിടിയിലേക്ക് വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. എന്താണ് കുറ്റബോധം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സകല വ്യക്തികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിലും ദൈവത്തിന് പ്രീതികരമായ വിധത്തിലും ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയുണ്ടായിരുന്നു. ആ വിശുദ്ധയുടെ പേരാണ് ഗബ്രിയേൽ ബോർസിസ്. ഈ ഗബ്രിയേൽ ബോർസിസ് ഒരുപാട് വർഷങ്ങൾ ദൈവത്തിന് പ്രിയങ്കരമാം വിധം ദൈവസന്നിധിയിൽ ജീവിച്ചു വരവേ പെട്ടെന്ന് ഒരു ദിവസം ഒരു ചെറിയ പാപം ഗബ്രിയേൽ ബോർസിസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗബ്രിയേൽ ബോർസിസിന് അന്ന് ഭയങ്കര വിഷമമായി. ഇത്രയും വർഷങ്ങൾ നിർമ്മലമായി ജീവിച്ചിട്ട് ഈ അവസാനം കൊണ്ടുപോയി കലമടച്ചല്ലോ, ഈ അവസാനം പോയി ഒരു പാപം ചെയ്തല്ലോ എന്ന വിഷമം ഗബ്രിയേൽ ബോർസിനെ വല്ലാതെ അലട്ടി. അന്ന് വൈകുന്നേരം കാപ്പി കുടിക്കാൻ തോന്നിയില്ല, അന്ന് രാത്രിക്ക് ഊണ് കഴിക്കാൻ തോന്നിയില്ല. മനസ്സിലാകെ വിഷമം. ഞാൻ ആ പാപം ചെയ്തല്ലോ, ഞാൻ ആ പാപം ചെയ്തല്ലോ. എന്തോ ഒരു നുണയോ എന്തോ ഒരു പാപം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച്. അപ്പോൾ ആ വിശുദ്ധ പറയുകയാണ്, ഇത്രയും കാലം നന്നായി ജീവിച്ചിട്ട് എന്നാലും എനിക്ക് ആ പാപം സംഭവിച്ചല്ലോ. ഇങ്ങനെ മനസ്സിൽ കടന്ന് വല്ലാത്ത വിഷമമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയായി പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ ചിന്ത വരികയാണ്, എന്നാലും എനിക്കത് പറ്റിയില്ല, എന്നാലും ഞാൻ ആ തിന്മ ചെയ്തല്ലോ. ആ ഒരു വിഷമം ആ ബോർസിസിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു, ഉറക്കം വരില്ല. അപ്പോഴും ഈ ചിന്തയാണ്, എന്നാലും ഞാനത് ചെയ്തല്ലോ. ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു തിങ്ങൽ ആ വ്യക്തി ഇടതടവില്ലാതെ അനുഭവിക്കുകയാണ്. കാര്യം ശരിയാണ്, ഇത്രയും കാലം ഒരു തെറ്റുപോലും ചെയ്യാതെ നിർമ്മലമായി ജീവിച്ച വ്യക്തിയാണ് ഗബ്രിയേൽ ബോർസിസ്. ആ ബോർസിസിൻ്റെ ജീവിതത്തിൽ അവിചാരിതമായി പെട്ടെന്ന് ഒരു തിന്മ വന്നപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ കടന്നൊരു വല്ലാത്ത ഒരു തിങ്ങൽ, എന്നാലും എനിക്കത് പറ്റിയല്ലോ, എന്നാലും ഞാനത് ചെയ്തല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മനസ്സിൻ്റെ സമാധാനം പോയി, മനസ്സിലൊരു ഭാരം ആ വ്യക്തിയെ ഗ്രസിച്ചു. രാത്രിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി അർദ്ധരാത്രിയായി വെളുക്കപ്പറായി ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കടന്ന് നേരം വെളുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളുക്കപ്പറായപ്പോൾ ദൈവം ഗബ്രിയേൽ ബോർസിസിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ദൈവം ഗബ്രിയേൽ ബോർസിസിനെ വിളിച്ചു, ബോർസിസ് ബോർസിസ്. ബോർസിസ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എല്ലാം നശിച്ചു, എല്ലാം തകർന്നു, ഞാൻ എല്ലാം നശിപ്പിച്ച് ഞാൻ തകർന്ന് തരിപ്പണായി കർത്താവേ. ആ ബോർസിസിൻ്റെ കുറ്റബോധത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം ബോർസിനെ പറഞ്ഞു, ബോർസിസ് ബോർസിസ്, വാട്ട് ആർ യു സേയിങ്? നീ എന്താണ് ഈ പറയണത്? ഗബ്രിയേൽ ബോർസിസ് പറഞ്ഞു, എല്ലാം തകർത്ത് കർത്താവേ. ദൈവം പറഞ്ഞു, എൻ്റെ മകളെ, നീ ചെറുപ്പത്തിൽ ചെയ്തു തന്നെ ചെയ്താൽ മതി. നീ ഇതിനെക്കുറിച്ച് കണ്ടമാനം അങ്ങനെ ഭാരപ്പെടണ്ട. നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്താണ് ഈ പറയണത്? നീ വിഷമിക്കരുത്. നീ നിൻ്റെ കുഞ്ഞുനാളിൽ നീ ചെറുപ്പത്തിൽ ചെയ്തത് തന്നെ ചെയ്താൽ മതി. ഉടനെ ബോർസിസ് ചിന്തിച്ചു നോക്കി, ചെറുപ്പത്തിൽ എന്താണ് ചെയ്തത്? ബോർസിസ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ദൈവം പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ നിൻ്റെ കുഞ്ഞുനാളിൽ ആദ്യമായി ക്രിസ്മസ് രാത്രിയിൽ ദേവാലയത്തിൽ ക്രിസ്മസ് കുർബാനയ്ക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ഗബ്രിയേൽ ബോർസിസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. കുഞ്ഞുനാളിൽ ആദ്യമായി അമ്മയുടെ കൈകൾ പിടിച്ച് ദേവാലയത്തിലേക്ക് പോയി രാത്രിയിൽ ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുത്തത് ബോർസിസിന് നല്ല ഓർമ്മയുണ്ട്. ആദ്യമായി പള്ളിയിൽ ചെന്നു. അവിടെ രാത്രിക്ക് വലിയ ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കൂടും മിന്നിത്തെളിയുന്ന ബൾബുകൾ ഇതെല്ലാം കണ്ട് മനസ്സ് നിറയെ സന്തോഷം അനുഭവിച്ച ക്രിസ്മസിൻ്റെ ആദ്യത്തെ അനുഭവം ബോർസിസ് ഓർത്ത്. അതിനുശേഷം ക്രിസ്മസ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ കള്ളപ്പം ഇറച്ചിയെല്ലാം കഴിച്ചത് ബോർസിസ് നന്നായി ഓർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവം ബോർസിസിനോട് പറഞ്ഞു, നീ അങ്ങനെ കുളിച്ച് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കിയായി അമ്മ കുളിപ്പിച്ച് നല്ല പൗഡറൊക്കെ ഇടിയിച്ച് നല്ല പൊട്ട് തൊടിയിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് നിന്നെ ആ വീടിൻ്റെ മുറ്റത്ത് കളിക്കാൻ വിട്ടത് നീ ഓർക്കുന്നുണ്ടോ? ബോർസിസ് എല്ലാം ശരിക്കും ഓർത്ത്. അങ്ങനെ ബോർസിസ് വീടിൻ്റെ തെക്ക് വശത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളി മുറുകി അവൾ അങ്ങനെ വീടിൻ്റെ വടക്ക് വശത്തേക്ക് നീങ്ങി. വടക്ക് വശത്താണ് ചാണകക്കുഴി. ആ ചാണകക്കുഴിയുടെ വക്കത്തായി അവളുടെ കളി. അങ്ങനെ കളിച്ച് കളിച്ച് ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി അവൾ മുന്നോട്ട് നീങ്ങിയതാണ്. കാല് തെറ്റി നേരെ ചാണകക്കുഴിയിലേക്ക് വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ ആ ചാണകക്കുഴിയിൽ വീണ് അടിച്ചു തല്ലി പിടച്ച് അവൾ ഒരു വിധത്തിൽ കരയ്ക്ക് തത്തിപ്പിടിച്ച് കയറി. കരയിൽ കയറി അവർ നോക്കുമ്പോൾ അവളുടെ 2 ചെരുപ്പ് കാണാനില്ല. അത് ചാണകക്കുഴിയിൽ പോയി. അവളുടെ പൊട്ട് കാണാനില്ല. മുഖത്തെല്ലാം ആകെ വികൃത രൂപം. അവൾ മൊത്തം ഒന്ന് നോക്കി, മൊത്തം വികൃതമായൊരു രൂപം. അവൾക്ക് ഭയങ്കര സങ്കടമായി. അവളുടെ ഡ്രസ്സെല്ലാം നശിച്ച്, അവളുടെ ഡ്രസ്സെല്ലാം വികൃതമായിരിക്കുന്നു. അമ്മ ഇടിച്ച പുത്തൻ ഡ്രസ്സ്, അമ്മ ഇടിച്ച പുത്തൻ ചെരുപ്പ്, അമ്മ കൊടുത്ത പുത്തൻ വസ്ത്രങ്ങൾ, അമ്മ കൊടുത്ത പുത്തൻ ആഭരണങ്ങൾ എല്ലാം നശിച്ച്. അവൾ ആ ദൃശ്യം കണ്ട മാത്രയിൽ ആ ചാണകക്കുഴിയുടെ കരയിൽ നിന്ന് നിലവിളിച്ച് ഒറ്റ കരച്ചിൽ, എൻ്റെ അമ്മച്ചിയേ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുക്കളയിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം, ക്രിസ്മസിനുള്ള ഉച്ചയ്ക്കത്തെ വിരുന്ന് ഡിന്നർ ഒരുക്കിക്കൊണ്ടിരുന്ന വീട്ടമ്മ ഈ സ്വരം കേട്ടപ്പോൾ, മോളുടെ നിലവിളി കേട്ടപ്പോൾ ഭക്ഷണം ഗ്യാസ് സ്റ്റവ് എല്ലാം ഓഫ് ചെയ്ത് അതങ്ങൾ അവിടെ വെച്ചിട്ട് ഓടി പുറത്തിറങ്ങി. മോളെ 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 ഈ അമ്മ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നോക്കി. അങ്ങനെ ഈ മോളെ അന്വേഷിച്ച് ഈ മോൾ നിന്ന് കരയുന്ന ചാണകക്കുഴിയുടെ വക്കത്തെത്തി. അപ്പോൾ ചാണകത്തിൽ പൂണ്ട് നിന്ന് നിലവിളിക്കുന്ന മോളെയാണ് അമ്മ കണ്ടത്. അമ്മ അടുത്തെത്തിയപ്പോൾ ബോർസിസ് കുറച്ചും കൂടെ ഉറക്കെ ഒറ്റ കരച്ചിൽ, എൻ്റെ അമ്മച്ചിയേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ. അമ്മ മോളെ ആശ്വസിച്ച്, കരയേണ്ട മോളെ. അമ്മ മോളെ ആശ്വസിപ്പിച്ചു. തൊട്ടടുത്തുള്ള പുഴയിലേക്ക് കൊണ്ടുപോയി അവിടെ അലക്കി കഴുകി വെടിപ്പാക്കി അതിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അതിനെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പുതിയ പൗഡർ ഇടിയിച്ച് പുതിയ ചെരുപ്പ് ഇടിയിച്ച് പുതിയ ഡ്രസ്സ് പുതിയ തരത്തിലുള്ള മേക്കപ്പൊക്കെ ചെയ്യിച്ച് അവളെ വീണ്ടും മനോഹര രൂപിയാക്കി അവളെ കളിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി ആ ചാണകക്കുഴിയുള്ള സ്ഥലത്തേക്ക് പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവളെ കളിക്കാൻ വിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കുറ്റബോധമില്ലാത്ത വ്യക്തികളുടെ പെരുമാറ്റ രീതി. എന്നാൽ കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കട്ടെ. ഇനി നിങ്ങൾ ഭാവനയെ കാണണം. ഇതാ ഈ ബോർസിസ് ചാണകക്കുഴി വീണു, പെടഞ്ഞു തല്ലി എഴുന്നേറ്റു. അങ്ങനെ തത്തിപ്പിടിച്ച് അവൾ ഒരു തരത്തിൽ ആ ചാണകക്കുഴിയിൽ നിന്ന് ഉരുണ്ട് വരണ്ട് ചാണകക്കുഴിയുടെ കരയിൽ കയറി. അവൾ മൊത്തം നോക്കി, ആകെപ്പാട് വികൃതമായ രൂപം, മൊത്തം ഒരു ചാണകക്കുട്ടിയായിരിക്കുകയാണ്. അവൾക്ക് ഈ ദൃശ്യം കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മയുടെ മുഖം ഓർമ്മ വന്നു. അവൾ ചിന്തിച്ചു, എൻ്റെ അമ്മ എന്നെ ഈ ഷേപ്പിലെങ്ങാനും കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലും. അവൾ ചിന്തിക്കുകയാണ്. അവൾ ഉടനെ ചിന്തിച്ചു, വേണ്ട, ഈ രൂപത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവില്ല. ഇതെൻ്റെ അമ്മേനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ കുറച്ചൊക്കെ മാന്തി കളഞ്ഞ് അവൾ പറഞ്ഞു, ഏത് നശിച്ച നിമിഷത്തിലാണ് ഈ ചാണകക്കുഴി ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഒരു നശിച്ച നിമിഷം. അവൾ അവിടെ വന്ന നിമിഷത്തിൽ അവൾ ദുഷിക്കാൻ തുടങ്ങി. ആ കല്ലെ ചവിട്ടിയപ്പോഴാണ് അടർന്ന് തെറ്റി ആ കുഴിയിലേക്ക് വീണത്. ഒരു നശിച്ച കല്ല്. ആ കല്ലിനെ അവൾ ശപിക്കാൻ തുടങ്ങി. അവൾ ചിന്തിച്ചു, എന്നാലും എനിക്കിങ്ങനെ പറ്റിയല്ലോ, ഈ ക്രിസ്മസ് ദിവസം തന്നെ ഇങ്ങനെ പറ്റിയല്ലോ, എനിക്ക് ഇന്ന് പറ്റിയല്ലോ. അവൾ തന്നെ ശപിക്കാൻ തുടങ്ങി, തന്നെ ദൂഷിക്കാൻ തുടങ്ങി. അവൾക്ക് അവളുടെ ഉള്ളിൽ കടന്ന് എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വരം കേൾക്കാൻ തുടങ്ങി. ആ അവിടേക്ക് വന്ന നിമിഷത്തെ കുറ്റപ്പെടുത്തി, ആ കല്ലിനെ കുറ്റപ്പെടുത്തി, ആ ചാണകക്കുഴിയെ കുറ്റപ്പെടുത്തി, ആ പൂമ്പാറ്റയെ കുറ്റപ്പെടുത്തി, അവളെ കുറ്റപ്പെടുത്തി, അവൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും അവൾ കുറ്റപ്പെടുത്തുകയാണ്. ഒരു നശിച്ച കല്ല്, ഒരു നശിച്ച പൂമ്പാറ്റ, ഒരു നശിച്ച നിമിഷം, ഏത് നശിച്ച നേരത്തെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇങ്ങനെ അവളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യത്തെ ഓർത്ത് അവൾക്ക് കുറ്റം തോന്നുകയാണ്, അവൾ കുറ്റപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളെന്ത് ചെയ്ത്? അവളിത് അമ്മ കാണാതിരിക്കാൻ വേണ്ടി അവൾ അപ്പുറത്തേക്ക് മാറിപ്പോയി. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വാഴക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. നട്ടുച്ചയായി, വെയിലുറച്ച് നട്ടുച്ചയായി, അവിടെ ഉച്ചയ്ക്ക് ഡിന്നറിൻ്റെ സമയമായി. അമ്മ കുട്ടിയെ വിളിച്ചു, മോളെ ബോർസിസ്, മോളെ ബോർസിസ്. അമ്മ വീണ്ടും അവളെ വിളിച്ച്. അവൾ മിണ്ടിയില്ല. അമ്മയുടെ വിളി കേൾക്കുമ്പം അവളുടെ ഉള്ളിൽ കിടന്ന് ഭയം കയറി. അമ്മ അടുത്തേക്ക് വരുംതോറും മോളെ എന്ന് വിളിച്ച് അമ്മ പലതരത്ത് തെരഞ്ഞ് ചാണകക്കുഴിയുടെ വക്കത്ത് വന്ന് തെരഞ്ഞ് അമ്മ അടുത്തേക്ക് വരുംതോറും ഇവളുടെ ഉള്ളിൽ ഭയവും ടെൻഷനും ആദ്യം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അമ്മ വാഴക്കൂട്ടത്തിൻ്റെ അടുത്തെത്തി. മോളെ ബോർസിസ് എന്ന് പറഞ്ഞ് അമ്മ നീട്ടി വിളിച്ച് വാഴക്കൈയൊക്കെ പിടിച്ചു നോക്കി. അപ്പോൾ ഇതാ ഈ വാഴക്കൂട്ടത്തിനകത്ത് ഒരു കരടിക്കുട്ടനെ പോലെ ബോർസിസ് ഇരിക്കുന്നു. അമ്മ അവളെ അതിനകത്തുനിന്ന് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്.
മണിക്കൂറുകൾ വെയിൽ കൊണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഇത് ചാണകം കട്ടിപ്പിടിച്ചിരിക്കുന്ന ഇവളുടെ ഷേപ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഏത് പുഴയിലിട്ട് കഴുകിയാലാണ് ഇത് നിന്ന് ശരിയായി കിട്ടുന്നത്? ചില ചേനയൊക്കെ ചാണകത്തിൽ മുക്കി ഉണക്കിയെടുത്തതുപോലെ ഇതാ ബോർസിസിന് അമ്മയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റബോധമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രീതിയാണ് ഇങ്ങനെ. ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചാൽ കുറ്റബോധത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികളാണെങ്കിൽ അവർ ആ പാപം പറ്റിയതിനെ ഓർത്ത് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തും. എനിക്കിങ്ങനെ പറ്റിയല്ലോ, എന്നാലും ഞാനിങ്ങനെ ചെയ്തല്ലോ, എന്നും കുർബാനയ്ക്ക് പോകുന്നയാൾ, 40 ധ്യാനം കൂടിയാൾ, ഇനി ഒരിക്കലും ഈ പാപം ചെയ്യലും തീരുമാനം എടുത്തയാൾ, എനിക്കിങ്ങനെ പറ്റിയല്ലോ, തന്നെ അയാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത്, ആര് വഴി ഏത് സാഹചര്യം വഴിയോ പാപം ഉണ്ടായോ ആ സാഹചര്യത്തെയും ആ വ്യക്തിയെയും ആ ദിവസത്തെയും അങ്ങോട്ട് വരാണ്ടായ സാഹചര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഈ ദിവസം ഇവിടെ വന്നല്ലോ, എന്നാലും അയാളാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത്, അങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. തന്നെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ലോകത്തെ കുറ്റപ്പെടുത്തും, രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തും, കാലാവസ്ഥയെ കുറ്റപ്പെടുത്തും, ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും, എല്ലാത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ പോകും, കുമ്പസാരത്തിൽ നിന്ന് അവർ ഓടിയകലും, പ്രാർത്ഥനയിൽ നിന്ന് അവർ വിട്ടുവിട്ടു പോകും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാതെയാകും, നല്ല ആളുകളുള്ള സംസർഗങ്ങൾ കുറഞ്ഞ് ഇതാ സ്വന്തം തന്നെ ഒരു താവളത്തിലേക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾ ഒതുങ്ങി പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറ്റബോധമുള്ള വ്യക്തികളാണെങ്കിൽ അവർ ആത്മീയമായി വളരാൻ തടസ്സമുള്ള വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കുറ്റബോധമല്ല, അനുതാപമാണ്, പാപബോധമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, ബോർസിസ് ആ ചാണകക്കുഴിയിൽ വീണ് കരയിൽ നിന്ന് ഉടനെ തന്നെ അവൾ വേറൊന്നും ചിന്തിച്ചില്ല. അവളുടെ അമ്മ ഇത് കണ്ടാൽ അവളെ സഹായിക്കുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായി. അതുകൊണ്ട് അവൾ ഉറക്കെ കരഞ്ഞു, എൻ്റെ അമ്മച്ചിയേ എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചിലാണ്. ഇതുപോലെ പാപബോധമുള്ള വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയെ തനിക്കൊരു പാപം സംഭവിച്ചാൽ, തനിക്കൊരു വീഴ്ച സംഭവിച്ചാൽ, തൻ്റെ ജീവിതത്തിൽ ഒരു അകൃത്യം ഉണ്ടായാൽ അവർ തന്നെ കുറ്റപ്പെടുത്തില്ല. അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയപ്പെടില്ല. ദൈവമേ എന്ന് വിളിച്ചവർ കരയും. അവരുടെ ദൈവം, അവരുടെ പിതാവ് ഓടിയെത്തും. മകളെ എന്ന് പറഞ്ഞ് ഓടിയെത്തും. ആ വ്യക്തിയെ പാപത്തിൻ്റെ എല്ലാ തിന്മകളും മാലിന്യങ്ങളും കഴുകി പിതാവായ ദൈവം വീണ്ടും വിശുദ്ധി കൊടുത്ത്, വീണ്ടും പുതിയ വസ്ത്രം കൊടുത്ത്, വീണ്ടും പുതിയ ഡ്രസ്സ് കൊടുത്ത്, വീണ്ടും പുതിയ ചെരുപ്പ് കൊടുത്ത്, വീണ്ടും പുതിയ മോതിരം കൊടുത്ത്, വീണ്ടും പുതിയ അവസ്ഥകൾ നൽകി പിതാവായ ദൈവം അടിക്കടി കൈപിടിച്ച് പുതിയ തേജസ്സിലേക്ക്, പുതിയ മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവസ്നേഹം അനുഭവിക്കുന്നത് ഒരിക്കലും പാപം ചെയ്യാതിരിക്കുന്ന വ്യക്തികളല്ല, പിന്നെയോ പരിശുദ്ധാത്മാവുള്ള വ്യക്തികളാണ്. കുറ്റബോധത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഒരിക്കലും പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന അവസ്ഥയാണ് കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കാൻ ഒരു ദൈവ പൈതലിനെ ശക്തിപ്പെടുത്തുക എന്നത് തിരുവചനങ്ങളിൽ നാം കാണുന്നൊരു കാര്യമാണ്. തിരുവചനം കർശനമായി നിരോധിക്കുന്നൊരു കാര്യമാണ് കുറ്റബോധം. പ്രൈസ് ദി ലോർഡ്. കുറ്റബോധവും പാപബോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, അസന്നിഗ്ധമായി ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നുവെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വിശ്വസിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ, കുമ്പസാര കൂട്ടിച്ചെന്ന് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞാൽ, ഞാൻ അനുതപിക്കുന്ന എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ ദൈവം എന്നേക്കുമായി ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് വചനപ്രകാരം ഞാനും നിങ്ങളും അസന്നിഗ്ധമായി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, കുഞ്ഞു മക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സംശയരഹിതമായി അപ്പോസ്തലൻ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ
ദൈവമക്കളുടെ എല്ലാ പാപങ്ങളും സൗജന്യമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും അനുതപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിക്കാൻ വേണ്ടി മനസ്സിൽ ഉറച്ച നിലപാടെടുത്താൽ ആ ഏറ്റുപറയുന്ന മുഴുവൻ പാപങ്ങളും എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. കൊളോസ്സസ് ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം, ഒരിക്കൽ നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം സ്വീകരിക്കാത്തവരുമായിരുന്നു. എന്നാൽ ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണ ഫലമായി നമ്മുടെ മുഴുവൻ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. യേശുവിൻ്റെ കുരിശുമരണ ഫലമായി നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരം, നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാര മോചന ദ്രവ്യം കർത്താവ് തൻ്റെ ശരീരത്തിൽ സഹിച്ച് അർപ്പിച്ചതിനാൽ ഇന്ന് ഞാനും നിങ്ങളും അനുതപിച്ച് യേശുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിന് വേണ്ടി ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങൾക്കും സൗജന്യമായ പാപക്ഷമയുണ്ടെന്നും ആ പാപങ്ങളെ ഓർത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുഃഖിക്കുകയോ ശങ്കിക്കുകയോ വ്യസനിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യരുതെന്നും തിരുസഭാ മാതാവ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുക എന്ന വേദിയാണ് കുംഭസാരത്തിൻ്റെ വേദി. കുംഭസാരത്തിൽ ഒരിക്കൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ, ഒരിക്കൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഹൃദയഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രിയപ്പെട്ട മക്കളെ, ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാല പാപത്തെ ഓർത്ത് അത് പോയോ അത് ഇനി ഉണ്ടായിരിക്കുമോ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നതും, ഞാൻ പണ്ട് ഇത്രയും പാപങ്ങളൊക്കെ ചെയ്തതല്ല കർത്താവേ, ഞാനൊരു പൊട്ടയാണ്, ഞാനൊരു ചീത്തയാണ്, ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ദൈവവചനം നിരോധിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. കാരണം നാം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണ ഫലമായി അവനുള്ള വിശ്വാസം വഴിയും അവനുള്ള മാമോദീസ വഴിയും അവൻ്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരം വഴിയും വിശുദ്ധ കൂദാശകൾ വഴി യേശു ക്രിസ്തുവിലുള്ള മാമോദീസ വഴി നമ്മുടെ സകല പാപങ്ങൾക്കും പാപക്ഷമ സ്വീകരിച്ച് വിടുതലിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കുന്നെങ്കിൽ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയഭാരങ്ങൾ തുറന്നു വെക്കുന്നെങ്കിൽ, അവൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും അളവുകളില്ലാത്ത വിധം അനുഭവിക്കാൻ തക്കവണ്ണം മാമോദീസയിലൂടെ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ നാം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന ടെൻഷൻ, ആകുലത, ഉത്കണ്ഠ, എൻ്റെ പാപങ്ങളെല്ലാം പോയോ, ഞാൻ കുമ്പസാരിച്ചുവെങ്കിലും ഇനിയും കുറേ എന്തോ ഞാൻ ചീത്തയാണ് പൊട്ടയാണെന്നുള്ള ചിന്ത, എൻ്റെ പാപമെല്ലാം ദൈവം ക്ഷമിച്ചോ, എൻ്റെ പാപം ദൈവം ക്ഷമിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ ഭാരങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഗ്രസിച്ചിരിക്കുന്ന സ്വയം കുറ്റപ്പെടുത്തുന്ന പ്രകൃതം, സ്വയം വെറുപ്പ്, സ്വയം മുരടിച്ചു പോകുന്ന അവസ്ഥകൾ, പാപം പോയിട്ടില്ല എന്ന ചിന്ത, സ്വന്തം പാപത്തെ ഓർത്തുള്ള മനോഭാരം, കുറ്റബോധം, ഈ മേഖലകളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധത്തിൻ്റെ അരൂപികളെ നസറായ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരില്ലെങ്കിലും കാലാകാലങ്ങളായി കുറ്റബോധത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ കുറ്റബോധത്തിൻ്റെ ആത്മാവിനെ കൽപ്പിക്കുന്നു. ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിലേക്ക് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.